എൻ്റെ പേര് അമലു ജോസ്. ഞാൻ കേരളത്തിൽ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ DTMUവിൽ 6th ഇയർ സ്റ്റുഡൻ്റ് ആണ്. ജൂലൈയിൽ ഗ്രാജുവേറ്റ് ചെയ്യും. കോളേജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ആദ്യത്തെ 2-3 ആഴ്ച ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നിയത്. ബട്ട് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് പിന്നെയുള്ള സെമസ്റ്റേഴ്സിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റി. കോളേജിൻ്റെ പ്രോഗ്രാം തന്നെ USMLE ബേസ്ഡ് ആണ്. അവർ നമ്മളെ USMLE എക്സാം എഴുതി പാസ്സാവാൻ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 2.5 വർഷത്തിലുള്ള ബേസിക്സ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ആ USMLE സ്റ്റെപ്പ് 1ഉം ബേസിക്സിനെ ബേസ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് ഈ ആദ്യത്തെ 2.5 വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് USMLE സ്റ്റെപ്പ് 1 എഴുതാനായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആവും. നെക്സ്റ്റ് ആഫ്റ്റർ 2.5 ഇയേഴ്സ് നമ്മൾ ക്ലിനിക്സിൽ പോവും. ക്ലിനിക്സിൽ മെയിൻലി നമ്മളിവിടെയുള്ള ഹോസ്പിറ്റൽസ് ഡിഫറെൻറ്റ് സബ്ജക്ട്സിലായിട്ട് റൊട്ടേഷൻ നടത്തും. ലാസ്റ്റ് 1 വർഷം ഇറ്റ്സ് ഫോർ ഇൻറ്റേൺഷിപ്പിൽ മെയിൻലി ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ മെഡിസിൻ, ഗൈനക്കോളജി ഒബ്സ്റ്റട്രിക്സ് ആൻഡ് പീഡിയാട്രിക്സ്, പിന്നെ സർജറി ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ കീഴിലാണ് നമ്മൾ ഈ റൊട്ടേഷന് പോകുന്നത്. പിന്നെ ഇൻറ്റേൺഷിപ്പിൽ 4 വീക്ക്, ദാറ്റ്സ് എബൌട്ട് 1 മന്ത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ്, ദാറ്റ് ഈസ് ദേ കോൾഡ് ഇറ്റ് ആസ് എലക്റ്റീവ് സബ്ജക്ട്സ്. നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. അതിൽ കൂടുതൽ ട്രെയിനിങ് കിട്ടും. അതിനായിട്ട് ഇവർ വേറൊരു ഓഫർ ചെയ്യുന്നത് ലിത്വാനിയയിൽ പോയിട്ട്, ഇവിടെ വേറൊരു യൂറോപ്യൻ കൺട്രിയാണ് ലിത്വാനിയയും. ലിത്വാനിയയിലുള്ള ക്ലപ്പേഡിയ യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റിയും കൂടി ഒരു അലൈൻമെൻ്റ് ഉണ്ട്. അതിൽ കൂടിയാണ് നമ്മളെ അവിടെ കോഴ്സിന് വിടുന്നത്. ആൻഡ് വി വിൽ ഗെറ്റ് എ ഗുഡ് ട്രെയിനിങ് ദെയർ. പിന്നെ ഞാൻ ജൂലൈയിൽ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വരുന്ന അറ്റംപ്റ്റിൽ MCA എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കോളേജിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് കൊണ്ട് തന്നെ MCA ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ USMLEക്കും ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. USMLE സ്റ്റെപ്സ് എഴുതണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ കോളേജിൻ്റെ പുതിയ ക്യാമ്പസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കോളേജ് ക്യാമ്പസിൽ ദേ ആർ പ്രൊവൈഡിങ് യു ഹോസ്റ്റൽ വിത്ത് 24/7 ലൈബ്രറി ആൻഡ് ഓൾസോ ദേ ആർ പ്രൊവൈഡിങ് ഇന്ത്യൻ ഫുഡ്സ് ഓൾസോ. ഹോസ്റ്റൽ ആൻഡ് ലൈബ്രറി ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. സോ ഐ തിങ്ക് ഇറ്റ്സ് മച്ച് ബെറ്റർ. പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ള ഏതൊരു കുട്ടിക്കും നല്ലൊരു എഫിഷ്യൻറ്റ് ഡോക്ടറായിട്ട് മാറണം, നല്ല നോളജ് വേണമെന്ന് തീരുമാനിക്കുന്ന ഏതൊരാൾക്കും ഐ വിൽ റെക്കമെൻഡ് DTMU. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് പ്ലേസ്. ജോർജിയ നല്ല സേഫസ്റ്റ് കൺട്രിയാണ് ആൻഡ് ഇറ്റ്സ് ഗുഡ്. താങ്ക് യു. Hi, I'm Afzana Ismail from Chennai. நான் டேவிட் டிவில்டியானி மெடிக்கல் யூனிவர்சிட்டியில் 2nd இயர் படிக்கிறேன். ஃபர்ஸ்ட் அப்ராடில் மெடிக்கல் பண்ணணும் அப்படின்னும் போது எல்லாருக்கும் இருக்க சேலஞ்ச் தான். ஃபர்ஸ்ட் அவங்க பேரண்ட்ஸை கன்வின்ஸ் பண்ணணும். ஃபர்ஸ்ட் திங் யூ ஷுட் ஹேவ் செக்யூரிட்டி அண்ட் ஃபீ ஸ்ட்ரக்சர் வந்து அஃபோர்டபுளாக இருக்கணும். as well as காஸ்ட் ஆஃப் லிவிங் வந்து ரொம்ப ஹையாக இருந்தால் ஆஸ் இண்டியன்ஸ் we cannot afford. அண்ட் இந்த ஃபேக்டர்ஸ்லாம் கன்சிடர் பண்ணும்போது ஐ கேம் டு நோ அபவுட் திஸ் யூனிவர்சிட்டி. எல்லோரும் ஃப்ரெண்ட்ஸ், ரிலேட்டிவ்ஸ், இன்டர்நெட் அண்ட் ஸோ ஆன். அதுக்கப்புறம் இங்கே வந்தப்புறம் தான் தெரிஞ்சு ஜார்ஜியா இஸ் ரியலி சேஃப். அண்ட் இங்கே இருக்க காஸ்ட் ஆஃப் லிவிங் வந்து இட் இஸ் கம்பேரிட்டிவ்லி லோ. ஸோ யூ ஹேவ் அஃபோர்டபுள் திங்ஸ் ஹியர். அண்ட் டாக்கிங் அபவுட் த யூனிவர்சிட்டி, இங்கே வந்து USMLE பேஸ்ட் பேட்டர்ன் இருக்குது. ஃபர்ஸ்ட் நான் இங்கேருந்து வந்தோன்னே ஃபர்ஸ்ட் எனக்கு கொஞ்சம் பயம் இருந்தது. எப்படி இந்தியாவில் இருக்க எக்ஸாம் பேட்டர்னுக்கும் இங்கேயும் நிறைய டிஃப்ரென்ஸ் இருக்குது. ஸோ இதனால் பண்ண முடியுமா அப்படின்ட்டு நிறைய டவுட்ஸ் இருந்தது. பட் தென் வித் ஹெல்ப் ஆஃப் ஃப்ரெண்ட்ஸ், சீனியர்ஸ் அண்ட் ஸோ ஆன், அவங்க அட்வைஸாலலாம் ஐ வாஸ் ஏபிள் டு டூ தட். அண்ட் வை ஐ சோஸ் திஸ் யூனிவர்சிட்டி இஸ் தட் comparatively to all universities in here Georgia, it had the better quality of education. and எங்கள் யூனிவர்சிட்டியோட ஸ்கெடியூல் எனக்கு ரொம்ப பிடிச்சிருந்தது, which is like ரொம்ப டைட் ஸ்கெடியூலும் சொல்ல முடியாது. இட் இஸ் லைக் வெல் அரேஞ்ச்ட் ஸ்கெடியூல். அதுக்கப்புறம் பார்த்திங்கன்னா இங்கே இருக்கிறவங்களுக்கு யூ டோன்ட் ஹாவ் எனி ப்ராப்ளம்ஸ் பிகாஸ் இங்கே இந்தியன்ஸ் மட்டும் இல்லை, யூ வில் ஹாவ் பீப்புள் ஆஃப் வேரியஸ் கல்ச்சர்ஸ். அமெரிக்கன்ஸ் இருக்காங்க, நைஜீரியன்ஸ் இருக்காங்க, ஈரானிஸ் இருக்காங்க. ஸோ இந்தியன்ஸ்க்கு மட்டும் ஒரு பேரியர் அப்படின்ற மாதிரிலாம் இல்லை. அண்ட் எங்கள் யூனிவர்சிட்டி மூலயமா யூ வில் ஹாவ் அ லாட் ஆஃப் எக்ஸ்போஜர். ஃபார் எக்ஸாம்பிள் லைக் நான் நிறைய கான்ஃபரன்ஸ் மீட் பண்ண எனக்கு சான்ஸ் கிடச்சிது. கான்ஃபரன்ஸ் அண்ட் லாட் ஆஃப் கற்றுக்க எனக்கு நிறைய ஆப்பர்ச்சுனிட்டிஸ் இருக்குது இங்கே. அண்ட் அது தவிர கன்சிடர் பண்ணும்போது ஐ ஆம் a Muslim, so I don't have any restrictions here to practice my religion, which I consider as an advantage over all.
and it's not only mine. நீங்கள் எந்த ரிலிஜனாக இருந்தாலும் you don't have based on their religion, culture or race எதுக்குமே இங்கே வந்து ஒரு ரெஸ்ட்ரிக்ஷன்ஸோ இல்லை ஒரு எதுவுமே இல்லை. ஸோ எனக்கு இந்த பிளேஸ் ரியலி பிடிச்சிருக்கு. அண்ட் இங்கே இருக்க மக்களும் வந்து லைக் வெரி வெல்கமிங் பீப்புள். ஸோ இந்த ஃபேக்டர்ஸ் எல்லாம் கன்சிடர் பண்ணும்போது என் பேரண்ட்ஸ்க்கும் இது யூனிவர்சிட்டி அந்த environment and everything is fine. So I think for an Indian to study here with affordable fee structure and everything, David T. Vildayani is really good. And எங்கள் காலேஜில் பார்த்தீங்கன்னா ஒரு 3 பேசிக் ஸ்கெடியூல் இருக்குது. ஃபர்ஸ்ட் 2 வருஷம் வந்து பேசிக்ஸ், செகண்ட் 2 வருஷம் வந்து we have clinics, and கடைசி வருஷம் வந்து இன்டர்ன்ஷிப் பண்ணும்போதே எங்கள் யூனிவர்சிட்டி வந்து நிறைய அதர் யூரோப்பியன் கண்ட்ரீஸோட டைப் வச்சுருக்காங்க. ஸோ நீங்கள் வேறு அதர் யூரோப்பியன் கண்ட்ரீஸ் அங்கே இருக்க ஹாஸ்பிட்டல்ஸ் எக்ஸ்ப்ளோர் பண்ணுறதுக்கு ஒரு சான்ஸும் கிடைக்கும் இஃப் யூ ரியலி ஸ்கோர் குட் மார்க்ஸ் அண்ட் திங்ஸ் லைக் தேட். இப்போ எங்கள் யூனிவர்சிட்டியில் புதுசாக PBL அப்படின்னு ஒரு ப்ரோக்ராம் லான்ச் பண்ணியிருக்காங்க, விச் மீன்ஸ் ப்ராப்ளம் பேஸ்ட் லேர்னிங். ஸோ இப்போது ஈவன் ஐ எம் அ பார்ட் ஆஃப் தட். அண்ட் அதை கன்சிடர் பண்ணும்போது எங்களுக்கு ஒரு கேஸ் கொடுப்பாங்க, ஒரு கிளினிக்கல் கேஸ் விச் இஸ் ஃப்ரம் எனி ஆஃப் த ஹாஸ்பிட்டல் இன் ஹியர். அண்ட் அதை பற்றி நாங்களே டிஸ்கஸ் பண்ணணும், நாங்களே டயக்னோஸ் பண்ணணும். ஸோ இனிஷியல் ஸ்டேஜஸ்லேருந்தே எங்களுக்கு இப்படி பழக்கப்படுத்துறதுனால எங்களுக்கு பெட்டராக இருக்குது. ஃபார் எக்ஸாம்பிள் டிஃப்ரென்ஷியல் டயக்னோசிஸ் அதை பற்றிலாம் யோசிக்கும் போது எங்களுக்கு இன்னும் ஈஸியாக இருக்குது அண்ட் லாட் ஆஃப் கற்றுக்க முடியுது அதனால். அண்ட் இதே பேஷண்ட்டை எங்கள் ஹாஸ்பிட்டலையும் போய் விசிட் பண்ண முடியுது. ஸோ இந்த ஃபேக்டர்ஸ்லாம் கன்சிடர் பண்ணும்போது ஐ ஹவ் பீன் ஹியர் ஃபார் லைக் 1 and 2 years ஆல்மோஸ்ட். ஸோ இதெல்லாம் கன்சிடர் பண்ணும்போது ஐ டோன்ட் ஃபீல் ஐ மேட் அ ராங் டிசிஷன். ஐ திங்க் இட்ஸ் அ ரைட் சாய்ஸ். Hello, my name is Hassan Haqqani. I'm from Iran. After I finished my pre-university in Iran, I decided to study abroad, and I started searching for different universities in different countries. And my priority was a university that can help me prepare for USMLE exams, which is my final goal. I came to Georgia. I was very much interested in climate and people, and more specifically about DTMU, a university that has USMLE-based requirements. So after 5 years of studying in this university, now I'm pretty much confident that I can participate and pass USMLE exams. ഹലോ, എൻ്റെ പേര് ബ്രേസ് മറിയം. ഞാൻ DTMU യൂണിവേഴ്സിറ്റിയിലെ 5th year സ്റ്റുഡൻ്റാണ്. ഞാൻ യൂണിവേഴ്സിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി പറ്റി അറിഞ്ഞത് ത്രൂ ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് അറിഞ്ഞു കഴിഞ്ഞ് യൂണിവേഴ്സിറ്റീന് ഒരു ഓപ്ഷൻ വന്നപ്പം ഐ വാസ് ഡൗട്ട്ഫുൾ പോകണോ വേണ്ട, കാരണം ഇന്ത്യക്ക് പുറത്താണ്, ഒരു പെൺകുട്ടി എന്ന നിലയിൽ സേഫ്റ്റി ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതെല്ലാം ഓർത്തപ്പം മോർ ദാൻ ദാറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക്സ് അല്ലെങ്കിൽ പ്രോഗ്രാം കണ്ടപ്പോൾ ഇറ്റ് വാസ് വെരി അട്രാക്റ്റീവ്. ദ പ്രോഗ്രാം വാസ് USMLE based ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് സോ ഫാർ ഞാൻ 5th year സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ സോ ഫാർ ഇറ്റ് ഹാസ് ഹെൽപ് മീ study well and concentrate on subjects which I needed to. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പ്രോഗ്രാം ടോട്ടൽ the whole program starting from 1st year till 6th year, everything is really systematic and planned, എല്ലാം properly arranged ആണ് ഷെഡ്യൂൾ എല്ലാം. സോ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി നമ്മളെ സബ്ജക്റ്റുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായി ഹെൽപ്പ് ചെയ്യുക. ടീച്ചേഴ്സ് ആണെങ്കിലും they are really helpful, they speak in English, so it's more helpful for us to know the subject, and they make sure that we understand. യൂണിവേഴ്സിറ്റി എനിക്കിനി ഒരു വർഷം കൂടെ ഉണ്ട്. ഒരു വർഷം കഴിഞ്ഞ് I have to write NCI എഴുതാൻ. I am pretty sure that I am confident that I will clear NCI in the first attempt. University is also providing coaching or support. MCAക്ക് എന്തെങ്കിലും USMLEക്ക് രണ്ട് ലൈസൻസ് എക്സാമിനും അതിൻ്റേതായ കോച്ചിങ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈബ്രറിയിൽ അതിൻ്റെ ബുക്സ് ഉണ്ട്. അതിനുള്ള റിസോഴ്സസ് എല്ലാം യൂണിവേഴ്സിറ്റി ചെയ്യുന്ന രീതിയിൽ സ്റ്റുഡൻറ്റിന് ഏത് രീതിയിലുള്ള ഹെൽപ്പ് വേണം യൂണിവേഴ്സിറ്റി ആ രീതിയിലുള്ള ഹെൽപ്പ് തരാൻ വളരെ കോപ്പറേറ്റീവാണ്, വളരെ സപ്പോർട്ടീവാണ്. യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് കോഴ്സ് മൊത്തം പറയുവാണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ പൊസിഷനാണെങ്കിൽ എവറിത്തിങ് ഇസ് റിയലി നൈസ്. കൺട്രീനെ പറ്റി പറയുവാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒത്തിരി കാണാനായിട്ട് സീനറി ബ്യൂട്ടീസും ആൻഡ് റിലീജിയസ് ഹെറിറ്റേജ് ഒത്തിരി ഉള്ളൊരു കൺട്രിയാണ്. കൺട്രിയുടെ സേഫ്റ്റി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നല്ലൊരു സേഫ്റ്റിയാണ് ഈ സമയത്തും രാത്രി ഇറങ്ങി പോകാനും പെൺകുട്ടികൾക്കാണേലും അതർവൈസ് ബോത്ത് സൈഡ്സ് എങ്ങനെയാണേലും ഇറ്റ്സ് സേഫ് ആൻഡ് നല്ല സപ്പോർട്ടീവായ പീപ്പിളാണ്, നല്ല കെയറിങ് ഇൻറ്ററാക്റ്റീവായ പീപ്പിളാണ്. സോ ഇതൊക്കെയാണ് ഒരു ഫാക്ടർ നമ്മളെ സഹായിക്കാൻ വേണ്ടി. സോ മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷൻ പറയുമ്പം ഐ കുഡ് if I had a chance to go back again and have an option of reselecting a university, I would still go for DTMU. I'm pretty confident that the university has the standard which is needed for a student or a medical student to become a successful good doctor.
ആഫ്റ്റർ MCA എഴുതി കഴിഞ്ഞ് USMLE എഴുതാനും എനിക്ക് പ്ലാൻ ഉണ്ട്. ആൻഡ് ഐ എം 100% ഷുവർ ദി കോച്ചിങ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ കോച്ചിങ് വെച്ചിട്ട്. Hi, I'm Thomas Abraham. I'm from Madhya Pradesh, Bhopal. I came to this university and I'm a student. I'm a second year student, and I want to say that this university is the best place for every student, every medical student who want to be a doctor. And I want to say that this place provides a better platform for every student, and this place provides the freedom to express, to explore, and to succeed. And I want to say that especially in India there is a great need of doctors, and इसलिए मैं बस ये बोलना चाहता हूँ कि this college is one of the best college in Georgia, and ये college USMLE based program पे इसका course है, and first we will be studying basics and then we will be going for clinics, and we also have PBL program, which is problem based learning, and this is really helpful for every student. And I want to encourage you that this university is one of the best university and you can join it. Hello everyone, I'm Karen and I'm doing my second year in David Viliani Medical University, and I chose to come here because the idea of going to a new country would be exciting, and that's what I thought. And it was not a problem at all coming to Georgia because this is a very friendly country, and so far as I have been here, I have seen the people who are always willing to help. So girls coming to a new country was not a problem at all for me, and my parents can also be rest assured that they've sent me to a good country. And the one thing that I really like about the university is the teachers mainly. They make sure that everyone in the class is able to go on with their pace and that they're able to understand everything that they're saying. And I really like that one thing about the university because the teachers have been through what they're making you go through. So they have all cleared USMLE, and the curriculum is entirely based in the USMLE too. So which is a great thing because you have teachers who have been through the same thing and they're actually training you to go through it. So that is one thing I really like about it. And also I really like the country because there's a lot of things to explore here. The country has a rich heritage, and you can go around and take a getaway or explore the cuisine or other places that you can see. Georgia is really beautiful. So if you are looking for a place to come and study and also to have an adventure at the same time, I really think this is the place to go. Hello, I'm Birendra Mandal, 5th year medical student from Nepal. I'm studying at David Viliani Medical University, and I want to say you just join this university and feel the difference. You will know the result yourself. Thank you.